വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വ്യൂസ് കിട്ടണ്ട, ലൈക്ക് കിട്ടണ്ടെന്ന് ഇടക്കിട്ട് എടുത്ത് നോക്കാറുണ്ടെങ്കിൽ അത്ര നല്ല ശീലമുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. സംഭവം ഞാനെടുത്ത് നോക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കിട്ടൊരു ആൻസർ എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് വീഡിയോക്ക് റീച്ച് കിട്ടിയില്ല, നിങ്ങൾ വീഡിയോ പോസ്റ്റിംഗ് നിർത്തും. നോ എന്നാണ് ആൻസർ എങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കണതിൽ ഒരർത്ഥമില്ല. അതിന് വരെ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം. വീഡിയോക്ക് വ്യൂസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. ഈ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 24 hours എങ്കിലും വീഡിയോ പെർഫോം ചെയ്യാൻ എടുക്കുമെന്ന് വിചാരിക്കാം. ആ ഒരു 24 hours നിങ്ങളുടെ വീഡിയോക്ക് കിട്ടുന്ന DMസിനും കമൻസിനും മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈസ് കൊടുത്തിട്ട് ഓഡിയൻസിനായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യാം. 24 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീഡിയോയുടെ അനലിറ്റിക്സും ഫീഡ്ബാക്കൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സംഭവം ഇത് ചെയ്യാൻ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, പക്ഷേ ചെയ്ത സെറ്റാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു എക്സ്പീരിമെൻറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.